ആരുടെ മുൻപിലും ഞാൻ തലകുനിക്കില്ല, എനിക്ക് അർഹതപ്പെടാത്ത ഒരു പൈസ പോലും ഞാൻ കൈകൊണ്ട് തൊടില്ല എന്ന വാശിയോടെ തലയുയർത്തുന്ന ചെറുപ്പക്കാരൻ. അവന്റെ ജീവിതത്തിലേക്കാണ് ഒരു സാധാരണ ഓടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടുന്നു. പി കേശവദേവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന നമ്മുടെ ഓടയിൽ നിന്ന് എന്നുള്ള കഥയാണ്. കാരണം അത് വായിക്കാത്ത അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. പപ്പു എന്ന സാധാരണക്കാരനായ ഒരു റിക്ഷക്കാരൻ, അവന് ദാരിദ്ര്യം വിട്ടൊഴിഞ്ഞുള്ള ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും അവന് ആത്മാഭിമാനം, അതായിരുന്നു അവന്റെ ഒരു സമ്പത്ത്. ആരുടെ മുൻപിലും ഞാൻ തലകുനിക്കില്ല, എനിക്ക് അർഹതപ്പെടാത്ത ഒരു പൈസ പോലും ഞാൻ കൈകൊണ്ട് തൊടില്ല എന്ന വാശിയോടെ തലയുയർത്തുന്ന ചെറുപ്പക്കാരൻ. അവന്റെ ജീവിതത്തിലേക്കാണ് ഒരു സാധാരണ ഓടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടുന്നു. ലക്ഷ്മി എന്ന പേരിട്ട് അവൻ വിളിക്കുന്നു. ഒരു അച്ഛനെ പോലെ അച്ഛന്റെ സ്നേഹം കൊടുത്തുകൊണ്ട് അവൻ അവളെ വളർത്തുന്നു. അങ്ങനെ വളർത്തുന്ന സമയത്തും പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ വരുമ്പോഴും അവളെ വളർത്താൻ ഒരു അച്ഛന്റെ സ്നേഹം കൊടുത്ത് വളർത്തുമ്പോൾ അവൻ അവനെ തന്നെ മറക്കുന്നു. സ്വാർത്ഥതയില്ലാതെ മറ്റെല്ലാം മറന്ന് അവൻ ജീവിക്കുകയാണ്. പിന്നീട് അവൾ അവളുടേതായ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും എന്നിട്ടും ഞാൻ എന്റെ സ്വന്തമായ ആ ഒരു രീതി മറക്കില്ല, ഞാൻ എന്റെ ആ ഒരു സ്ഥാനം മറക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അന്തസ്സിനാണ് അവിടെ വില. അന്തസ് എന്ന് പറയുന്നത് ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ജാതി കൊണ്ടോ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് പി കേശവദേവ് അന്ന് ആ ഓടയിൽ നിന്ന് എന്ന നോവലിൽ എഴുതി വെച്ചത്. അതായത് സത്യം പറഞ്ഞാൽ ഈ ഓടയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടവരുടെ, തള്ളപ്പെട്ടവരുടെ, അവരെയൊക്കെ സമൂഹം ഒരിക്കലും ചേർത്ത് നിർത്തില്ല കൂടെ. അങ്ങനെയുള്ള ഒരാളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അന്ന് പി കേശവദേവ് എഴുതി വെച്ചത് നമ്മുടെ സംസ്കാരത്തിന് ഇന്നും അമൂല്യമായ ഒരു സമ്പത്താണെന്ന് പറയാതിരിക്കാൻ വയ്യ.